പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടറേറ്റ് തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സഹകരണം കിട്ടാത്തവരുണ്ട്. ഈശോയെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെക്കും ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല. ഈശോയെ, കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവർ വെറുങ്കയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം. കർത്താവ്, കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ, അത് നോക്കി നടത്തുന്ന ആളിലൊന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തലത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവെ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന
നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നായി. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലാ എന്ന് വിചാരിച്ചുകൊണ്ട്, അവർക്കെങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട്, ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം, നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ, വിശ്വസിക്കാൻ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. ഇപ്പം ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ, ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ, വീട് വെച്ചത് കൊണ്ടൊന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ അയാളും കുടുംബം, പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തൈറോയിഡ് സ്കാൻ ചെയ്തു. അപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇത്രയും എന്നെ എത്തിച്ച ദൈവം ഇനിയും ചെയ്യാൻ ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ തൈറോയിഡ് സ്കാൻ ചെയ്തതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയും പൂർണ്ണമായിട്ടും തൈറോയിഡ് നോർമലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ 2023 ജൂണിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതുപോലെ തന്നെ എനിക്ക് അതിനുശേഷം പിന്നീട് അത് അബോർഷനായി പോകാനും ഇടയായി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, അതായത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ബ്ലഡ് ക്ലോട്ടുകളും കാര്യങ്ങളും എല്ലാം യൂട്രസിൽ റിമൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും അതിന് വേണ്ടി ബ്ലീഡിങ്ങിൻ്റെ മെഡിസിൻ എഴുതുകയും ചെയ്തു. പക്ഷേ എത്ര ബ്ലീഡിങ്ങിന് മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ബ്ലീഡിങ് വരില്ല. കാരണം എനിക്ക് വിളർച്ചയുണ്ട്, ബ്ലഡ് ശരീരത്തിൽ തീരെ കുറവാണ്. അപ്പോൾ 2 ദിവസം മാത്രമാണ് എനിക്ക് ബ്ലീഡിങ് വന്നത്, അതിനപ്പുറത്തോട്ട് ബ്ലീഡിങ് വന്നിട്ടില്ല. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പം അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റിമൈനിങ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിയാൻസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചെയ്തേ പറ്റൂ, കാരണം യൂട്രസിനുള്ളിൽ വീണ്ടും അത് ഇരിക്കുകയാണ്. അപ്പോൾ അത് കുറേ നാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ശരീരത്തിന് എൻ്റെ ജീവന് വരെ അത് ആപത്താണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തു കാശുരൂപ എൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ ശരിക്കും മാറ്റിയിട്ടില്ല. ഞാൻ കിടക്കുമ്പോൾ പോലും തലോണയുടെ അടിയിൽ കൃപാസന പത്രം വെക്കുകയും ഞാൻ അതുപോലെ കംപ്ലീറ്റ് ഞാൻ കൃപാസന എന്ന് പറയുന്ന എനിക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ ഫുൾ ടൈം ഞാൻ കൃപാസനം ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് ഞാൻ നേർന്നു. അങ്ങനെ എൻ്റെ ഡിയാൻസിയുടെ ഡേറ്റ് എടുക്കാനായിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ കാശുരൂപ എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തു. സ്കാനിങ് സെൻറ്ററിലും ഞാനത് വിതറിയിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഡിയാൻസിയുടെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഫൈനലായിട്ടെന്ന് പറയുകയും അങ്ങനെ സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സ്കാനിങ്ങിൽ ആ ബ്ലഡ് ക്ലോട്ട്, അതായത് എനിക്ക് ഡിയാൻസിയുടെ ഡേറ്റ് എടുക്കാൻ ചെന്ന എനിക്ക് ആ ബ്ലഡ് ക്ലോട്ട് ഒരു 2 ദിവസം ബ്ലീഡിങ് ആയി. പിന്നെയും ഞാൻ നോക്കിയപ്പോൾ ആ ബ്ലഡ് ക്ലോട്ടൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡേറ്റ് എടുക്കാൻ ചെന്ന എൻ്റെ അടുത്ത് പറയുന്നത് അത് യൂട്രസിലില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വലിയ അനുഗ്രഹം നടന്നിട്ടുണ്ട്, കാരണം ഇതൊരു ഭയങ്കര മിറാക്കിളാണ്. എന്നെ കളിയാക്കി പറഞ്ഞു നിൻ്റെ യൂട്രസിൽ നിന്ന് ആ ബ്ലഡ് ക്ലോട്ട് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഞാനത് എന്താ പറയുക, എനിക്കൊരു വിശ്വസിക്കാൻ പറ്റണേൻ്റെ അപ്പുറമായിരുന്നു. പക്ഷെ എനിക്കറിയാം മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു 100% ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു. അത് പ്രകാരം എനിക്ക് മാതാവ് അത്രയും വലിയൊരു അനുഗ്രഹം എന്നെ സംബന്ധിച്ചൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ, ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കുന്നതോ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. എനിക്കൊരു കൈ മുറിഞ്ഞാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുപോലെ മനസ്സിലോട്ട് അത് അത്രയും മാത്രം എടുക്കും. പക്ഷേ എനിക്ക് ദൈവം അത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും വേണ്ട, ഒരു ഡേറ്റും വേണ്ട, ദൈവം നിനക്കായിട്ട് വലിയൊരു അനുഗ്രഹം തന്നെ, ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ കഴിയാണ് ഉണ്ടായത്. പിന്നെ
അടുത്ത സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അവളിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് അത് അവൾക്ക് കാനഡയ്ക്ക് പോകാൻ അവൾക്ക് സാധിച്ചില്ല. പക്ഷേ അതിന് ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളും, അവളുടെ എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാവർക്കും ഒരു വിഷമം, എല്ലാവർക്കും ഒരു തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് അവൾ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉടമ്പടിയിൽ നിയോഗമാക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾ ജർമ്മൻ എക്സാം പഠിക്കാനായിട്ട് ചേർന്നു. ജർമ്മൻ എക്സാം അവൾ പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അവൾ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അവൾ എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പം അവൾക്കും ദൈവം ഏറ്റവും വലിയ അനുഗ്രഹമാക്കി എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗം അവൾക്ക് ദൈവം നടത്തി കൊടുത്തു. അടുത്തതായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു കാര്യമാണ്. അവളുടെ പ്രോസസ്സിങ്ങിനിടയിൽ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ട് എങ്ങനെ ഇതായി ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ എന്നാലും അവൾ എന്നോട് ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, നിനക്കത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവളൊരു ഹിന്ദു ആണ്. ഞാൻ അവളോട് ഒത്തിരി സാക്ഷ്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ പ്രാർത്ഥിച്ച് അതെനിക്ക് നടന്നാൽ ഞാൻ ഇതിൽ വിശ്വസിക്കാം എന്ന് അവൾ പറഞ്ഞു. അത് പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവളുടെ 2ാമത്തെ മാസമായപ്പോഴത്തേക്ക് അവളുടെ പാസ്പോർട്ട് തിരിച്ചു കിട്ടുകയും അവൾ എന്നോട് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം സാക്ഷ്യപ്പെടുത്താനും കൂടിയായിട്ടാണ് ഇന്ന് വന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഒരു അസുഖം വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എനിക്ക് എപ്പോഴും ഞാൻ അസുഖം വരുമ്പോൾ ഒത്തിരി യൂട്യൂബിൽ നോക്കി, അതുപോലെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യും, അതിനെപ്പറ്റി ഒത്തിരി ഞാൻ നോക്കുകയും ചെയ്യും. ഒത്തിരി അറിയാവുന്നത് കൊണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ടെൻഷനായിരുന്നു മറ്റുള്ളവരെക്കാളും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, അതിന് ശേഷം എനിക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. അതുപോലെ എന്നെ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കൃപാസനത്തിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടത്തി കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഈശോയിനോടും മാതാവിനോടും എപ്പോഴും അവരെന്നെ നടത്തുന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യത്തിലും എനിക്കൊരു ടെൻഷനില്ല, ഒരു പേടിയില്ല, ഒന്നുമില്ല. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേരോട് ഓൺലൈൻ ഉടമ്പടി, ഓരോ ഉടമ്പടിയെ പറ്റി ഓരോ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും, ജീവികൾക്കാണെങ്കിലും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായാലും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പം നടക്കും. പോസിറ്റീവായിട്ട് ലൈഫിൽ ചിന്തിക്കാനും മുന്നോട്ട് പോകാനും എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പാസ്പോർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിന്ന് വിസ വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നേടിത്തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്കെങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിന് പക്ഷെ എൻ്റെ അമ്മ ഇടപെട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി കഴിവുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കഴിവുമില്ലാത്ത, ഞാൻ 0 മെറിറ്റുള്ള ഇന്ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ അമ്മ നേടിത്തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. എൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറയണത്, ഒരു കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെക്കും, ഞാൻ കൃപാസനത്തിൽ ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപ്പ് കുറച്ച് കഴിക്കും. ഞാൻ പ്രാർത്ഥിച്ചു. എന്നോട് ഇൻ്റർവ്യൂ നടത്തിയാണ് പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ജർമ്മൻ സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ കാൻഡിഡേറ്റിനെ അവർ കണ്ടിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ എനിക്ക് ദൈവം നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക്, മാതാവിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാക്ഷി ഞാൻ നിർത്തുന്നു. നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റോസിലി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകനാണ്.
ഞാൻ 2021 ഇവിടെ വന്നത്. മാർച്ച് 13 എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് തന്നെ യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഇയർ ബാലൻസ് എന്ന രോഗമുള്ളതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് തന്നെ യാത്ര ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പോയതിന് ശേഷം എനിക്ക്